ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ മലയാളമാണ്. കേരള പാഠാവലി മലയാളത്തിലെ 4ാമത്തെ യൂണിറ്റ് അറിഞ്ഞു വിടരാമെന്ന യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ പന്തങ്ങൾ, 3ാമത്തെ പാഠമാണ് പന്തങ്ങൾ. പന്തങ്ങൾ എന്നുള്ള പാഠത്തിലെ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുവരെയുള്ള പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ പാർട്ട് 1 ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ പാർട്ട് 2 ക്ലാസ് ആണ്. ഇതിൽ മുഴുവൻ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പന്തങ്ങൾ എന്നുള്ള പാഠത്തിൻ്റെ ആസ്വാദനം നമ്മൾ പാർട്ട് 1 ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി, ആദ്യത്തെ പ്രവർത്തനം സംഗീത ശില്പം. ഈ കവിത സംഗീത ശില്പമായി അവതരിപ്പിക്കൂ. ഇങ്ങനെ കവിതയെ സംഗീത ശില്പമാക്കുന്നതിന് എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ വേണം? ഉത്തരം: ഒരു കവിതയോ ആശയങ്ങളോ സംഗീത പശ്ചാത്തലത്തോടെ രംഗത്ത് അവതരിപ്പിക്കുന്നതാണ് സംഗീത ശില്പം. കാഴ്ചയ്ക്കും കേൾവിക്കും ഇവിടെ ഒരു ദീർഘിടുക, പ്രാധാന്യമുണ്ട് ഈ ആവിഷ്കാരത്തിൽ. കവിതകൾ ചൊൽക്കാഴ്ചയായോ സംഗീത ശില്പമായോ രംഗത്ത് അവതരിപ്പിക്കാം. നാടകത്തിൽ നിന്നും വ്യത്യസ്തമായി ഇതിൽ സംഭാഷണങ്ങൾ ഉണ്ടാവില്ല. കവിതയുടെ ആശയത്തെ കഥാപാത്രങ്ങളായി രംഗത്ത് അവതരിപ്പിക്കുകയും പശ്ചാത്തലമായി കവിത ആലപിക്കുകയും ചെയ്യുന്നു. ഫുൾ സ്റ്റോപ്പ് ഇടുക. പന്തങ്ങൾ എന്ന കവിത ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ചേർന്ന് അവതരിപ്പിക്കാം. കവിത ഭാവാത്മകമായും താളാത്മകമായും ചൊല്ലണം. പന്തം ഏന്തിയ വിദ്യാർത്ഥികൾ, ആദിമ മനുഷ്യരുടെ വേഷവിധാനത്തിലുള്ള കുട്ടികൾ, യുവാക്കളുടെ പ്രതിനിധികൾ എന്നിവരെല്ലാം കവിതയുടെ ആശയത്തിന് അനുസരിച്ച് രംഗത്ത് കടന്നു വരണം. കവിതയിലെ ആത്മവീര്യത്തിന്റെ ശക്തമായ ഭാവം കഥാപാത്രങ്ങളിലും ഉണ്ടാകണം. ഓക്കെ, ഇതാണ് നമ്മളൊരു സംഗീത ശില്പം അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഉണ്ടാവേണ്ട മുന്നൊരുക്കങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ചിന്തകളിലെ തീ. പണ്ടു പിതാമഹർ കാട്ടിൻ നടുവിൽ ചിന്തകൾ ഉരസിടും അക്കാലം വന്നു പിറന്നിതു ചെന്നിണമോലും വാളു കണക്കൊരു തീനാളം. പ്രകൃതിയിലുള്ള തീയിനെ മനുഷ്യൻ നിയന്ത്രണത്തിലാക്കി ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചത് എങ്ങനെയെല്ലാമായിരിക്കും? നിങ്ങളുടെ ഊഹങ്ങൾ പറയൂ. അതിനെ തുടർന്ന് നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യത്തേതിൻ്റെ ആൻസറാണ് പ്രകൃതിയിലെ തീയിനെ മനുഷ്യൻ നിയന്ത്രണത്തിലാക്കി ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചത് എങ്ങനെയെല്ലാം ആയിരിക്കും. ആൻസർ നോക്കാം. തീയുടെ ഉപയോഗം മനുഷ്യരാശിയുടെ ആദ്യത്തെ മഹത്തായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിരുന്നു. വെളിച്ചവും ചൂടും ഉൽപ്പാദിപ്പിക്കാനും സസ്യങ്ങളെയും മൃഗങ്ങളെയും പാചകം ചെയ്യാനും കാടുകൾ വെട്ടിത്തെളിക്കാനും കല്ലുപകരണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള കല്ലുകൾ ചൂടാക്കാനും വേട്ടമൃഗങ്ങളെ അകറ്റി നിർത്താനും വസ്തുക്കൾക്കായി കളിമണ്ണ് കത്തിക്കാനും തീ ഉപയോഗിച്ചു. അടുത്ത ചോദ്യം: കല്ലുകൾ ഉരസുമ്പോൾ തീ ഉണ്ടാകുന്നത് പോലെ ചിന്തകൾ ഉരസുമ്പോൾ എന്താണ് സംഭവിക്കുക? ചിന്തകൾ ഉരസുമ്പോൾ പുതിയ ആശയങ്ങൾ രൂപം കൊള്ളുന്നു. ചിലപ്പോൾ വ്യത്യസ്ത ആശയങ്ങൾ തമ്മിൽ വിയോജിപ്പുകൾ ഉണ്ടാകാം. അടുത്ത ചോദ്യം: എന്താണ് ചിന്തകളുടെ ഉരസൽ? ആൻസർ ആണ് വ്യത്യസ്ത ആശയങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ന് മതി കേട്ടോ, ഒരു മതി, ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന വിയോജിപ്പുകളെയും തർക്കങ്ങളെയും സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം: തീനാളം എന്ന വാക്ക് ഇവിടെ തീയിനെ മാത്രമാണോ സൂചിപ്പിക്കുന്നത്? ചിന്തകൾ ഉരസുമ്പോൾ ഉണ്ടാകുന്ന തീനാളം എന്താണ്? നിങ്ങളുടെ പ്രതികരണങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. നമുക്ക് ആൻസർ നോക്കാം. ആശയങ്ങളുടെ വിപ്ലവത്തെ ഇവിടെ തീനാളം കൊണ്ട് അർത്ഥമാക്കുന്നു. ചില ആശയങ്ങൾ തമ്മിൽ വിയോജിപ്പുകൾ ഉണ്ടാകുക എന്ന് മതി, ഒരു മതി കേട്ടോ, ഡബിൾ വേണ്ട, ഉണ്ടാകുകയും ചെയ്യുന്നു. അധ്വാനത്തിൽ നിന്ന് അറിവിലേക്ക്, അതാണ് നമ്മുടെ അടുത്ത പ്രവർത്തനം വരുന്നത്. കാടും പടലും വെണ്ണീറാക്കി കനകക്കതിരിന് വളമേകിയത് എങ്ങനെ? ഇങ്ങനെ ചെയ്യാൻ എന്തെല്ലാം അറിവുകളാണ് മനുഷ്യനെ സഹായിച്ചത്? അധ്വാനത്തിൽ നിന്ന് അറിവുകൾ ഉണ്ടായത് എങ്ങനെയെല്ലാം ആകും? ഈ പട്ടിക വായിച്ച് കൂടുതൽ വിവരങ്ങൾ ചേർത്ത് വികസിപ്പിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിലമുഴൽ, കലപ്പ, ട്രാക്ടർ ഉപകരണങ്ങൾ, രൂപപ്പെട്ട കലകളെല്ലാം തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ പട്ടികയുടെ സഹായത്തോടെ കാടും പടലും വെണ്ണീറാക്കി മേലോട്ടുയരാൻ ചിറകുതകി എന്നുവരെയുള്ള വരികളിലെ ആശയം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുകയാണ്. നമുക്ക് ആ കുറിപ്പ് നോക്കാം. ആദിമകാലം മുതലുള്ള മനുഷ്യന്റെ നിരന്തരമായ അധ്വാനത്തിന്റെയും അന്വേഷണത്തിന്റെയും പരിശ്രമങ്ങളുടെയും ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സൗകര്യങ്ങളെല്ലാം. വനത്തിൽ നിന്നാണ് കേട്ടോ,
വനത്തിൽ വേട്ടയാടി നടന്നിരുന്ന മനുഷ്യർ തീ കണ്ടുപിടിച്ചു. തീയുടെ ഉപയോഗം മനുഷ്യരാശിയുടെ ആദ്യത്തെ മഹത്തായ കണ്ടുപിടുത്തങ്ങളിലൊന്നായിരുന്നു. വെളിച്ചവും ചൂടും ഉൽപ്പാദിപ്പിക്കാനും സസ്യങ്ങളെയും മൃഗങ്ങളെയും പാചകം ചെയ്യാനും കാടുകൾ വെട്ടിത്തെളിക്കാനും കല്ലുപകരണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള കല്ലുകൾ ചൂടാക്കാനും വേട്ടമൃഗങ്ങളെ അകറ്റി നിർത്താനും വസ്തുക്കൾക്കായി കളിമണ്ണ് കത്തിക്കാനും തീ ഉപയോഗിച്ചു. തീയ്ക്ക് ചുറ്റും അവർ ആനന്ദ നൃത്തമാടി. ഒരുമയുടെ പല കലാരൂപങ്ങളും അവിടെ രൂപം കൊണ്ടു. പുതിയ അറിവുകളും അനുഭവങ്ങളും ഉരുവം കൊണ്ടു. കാലങ്ങൾക്കനുസരിച്ച് പുതിയ കണ്ടുപിടുത്തങ്ങളും അറിവുകളും വളർന്നു വന്നു. പന്തങ്ങൾ കൊളുത്തിയ തീയുടെ വെളിച്ചം തലമുറകളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നു. അടുത്തത് പദങ്ങൾക്കുള്ളിലേക്ക് എന്നുള്ള ആക്ടിവിറ്റിയാണ്. നമുക്ക് നോക്കാം. സഞ്ചിതമാകും ഇരുട്ടുകളെല്ലാം സംഭ്രമമാർന്നോരന്നേരം. ഇരുട്ടുകൾക്ക് സംഭ്രമമുണ്ടായത് എന്തുകൊണ്ടാവും? അങ്ങനെ അത് തുടങ്ങി 4 ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം. ഇരുട്ടുകൾക്ക് സംഭ്രമമുണ്ടായത് എന്തുകൊണ്ടാവും? തീനാളത്തിന്റെ വെളിച്ചത്താൽ ഇരുട്ട് ഇല്ലാതാകുന്നതിനാലാണ് ഇരുട്ടുകൾക്ക് സംഭ്രമം ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, സാധാരണയായി ഇരുട്ട് എന്നാണ് നാം പറയാറുള്ളത്. ഇവിടെ ഇരുട്ടുകൾ എന്ന് കവി പ്രയോഗിച്ചത് എന്തിനാണ്? ഉത്തരം, ഇവിടെ ഇരുട്ട് ഒരു പ്രതീകമാണ്. മനുഷ്യരാശിയെ മുഴുവൻ ഇല്ലാതാക്കുന്ന പലതരം ഇരുട്ടുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അനാചാരങ്ങളുടെ, വർണ്ണവിവേചനത്തിന്റെ, അധികാരത്തിന്റെ ഈ ഇരുട്ടുകളെ എല്ലാം ഇല്ലാതാക്കാൻ ചേർത്താട്ടോ, ഒരു ദീർഘിട്ടാ മതി, ഇല്ലാതാക്കാൻ പന്തങ്ങളുടെ വെളിച്ചത്തിന് കഴിയുമെന്ന് കവി വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, ഇരുട്ടിനും തീനാളത്തിനും ഇവിടെ കൂടുതൽ അർത്ഥങ്ങൾ ഉണ്ടോ? ഇരുട്ടിനും തീനാളത്തിനും വിവിധ അർത്ഥങ്ങൾ കവി കൽപ്പിക്കുന്നുണ്ട്. ഇരുട്ട് മനുഷ്യരാശിയെ മുഴുവൻ ഇല്ലാതാക്കാൻ പോകുന്ന അനാചാരങ്ങളെയും അനീതിയെയും വർണ്ണവിവേചനത്തിനെയും എല്ലാം സൂചിപ്പിക്കുന്നു. തീ ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന തീ ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന പ്രകാശമാണ് ഇവിടെ. ഫുൾ സ്റ്റോപ്പ് ഇടുക. തീനാളത്തിൽ നിന്നും ഉരുവം കൊള്ളുന്ന പ്രകാശം എല്ലാ അനീതികളെയും ഇല്ലാതാക്കാൻ കഴിവുള്ള സമത്വത്തിന്റെ പ്രകാശമാണ്. അനാചാരങ്ങളെയും വർണ്ണവിവേചനത്തെയും തുടച്ചു നീക്കുന്ന അറിവിന്റെയും തിരിച്ചറിവിന്റെയും പ്രകാശമാണ്. ജീവിതാനുഭവങ്ങളെ ബന്ധപ്പെടുത്തുമ്പോൾ ഇരുട്ടും വെളിച്ചവുമായി വരുന്ന കാര്യങ്ങൾ വേർതിരിച്ച് പറയാമോ? നോക്കാം. മനുഷ്യ സമൂഹത്തെ നശിപ്പിക്കുന്ന എല്ലാ വിപത്തുക്കളും ഒരു മിനിറ്റ്, എല്ലാ ഇവിടെ ഒരു കാ ചേർത്ത വിപത്തുകളും ഇരുട്ടാണ്. ആ വിപത്തുകളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന അറിവുകളെല്ലാം വെളിച്ചമാണ്. ഇവിടെ വിപത്തുകളും അല്ലെങ്കിൽ വിപത്തും എന്ന് മതി കേട്ടോ, ഏതാണെങ്കിലും നിങ്ങൾക്ക് ചേർത്താം. മനുഷ്യ സമൂഹത്തെ നശിപ്പിക്കുന്ന എല്ലാ വിപത്തുകളും ആക്കാം, അല്ലെങ്കിൽ വിപത്തും ഇരുട്ടാണ്. ആ വിപത്തുകളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന അറിവുകളെല്ലാം വെളിച്ചമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആക്ടിവിറ്റീസ്, നമ്മുടെ പ്രവർത്തനങ്ങളിൽ വരുന്നത്. നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.